ഓക്കെ സോ ഹലോ എവറിബഡി. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന 2 ചാപ്റ്റേഴ്സാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ ഏകദേശം മെയിൻ പോയിൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇന്നലെ ഒബ്സർവേഷൻ എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, യൂണിറ്റ് 2 ഡൈവേഴ്സ് ക്ലാസ് റൂം. മറന്നുപോയിട്ടില്ലല്ലോ? പഠിച്ച കൺസെപ്റ്റ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല? എവിടെയൊക്കെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരാമെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നാളെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലാണ് നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നത് ഒബ്സർവേഷൻ എന്നാണ്. ഓക്കെ, അപ്പം ഒബ്സർവേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓർ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താണ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഐ എം ഷെയറിംഗ് ദ സ്ക്രീൻ. ഓക്കെ, ഒബ്സർവേഷണൽ ലേണിംഗ് കൊണ്ട് നമ്മൾ എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്? ഒബ്സർവേഷണൽ ലേണിംഗ് ആ ടേമിലുള്ളതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചിൽഡ്രൻസ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. ഒബ്സർവേഷനിലൂടെ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമ്മൾ അത്രയും അലേർട്ടായിരിക്കണം. ബിക്കോസ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലായാലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഉള്ളിലായാലും എവിടെയായാലും ദേ ആർ ഓൾവേസ് ഒബ്സർവിങ്. അപ്പം ഒബ്സർവേഷണൽ ലേണിംഗ് നമ്മുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണ്. എന്താണ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഇറ്റ് ഈസ് എ ലേണിംഗ് ദാറ്റ് ഒക്കേഴ്സ് ത്രൂ ഒബ്സർവിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ഇറ്റ് ഈസ് എ ലേണിംഗ് ദാറ്റ് ഒക്കേഴ്സ് ത്രൂ ഒബ്സർവിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സ്വഭാവങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ, പ്രവൃത്തികൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സോഷ്യൽ ലേണിംഗും കൂടിയാണ്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒബ്സർവേഷൻ ലേണിങ്ങിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒബ്സർവേഷൻ ലേണിംഗ് എന്താണെന്ന് ഒരു 2 മാർക്കിന് നിങ്ങൾ എഴുതുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ ആൽബർട്ട് ബണ്ടൂര നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ വേണം. ആൽബർട്ട് ബണ്ടൂര നമ്മുടെ ഈ ഒബ്സർവേഷണൽ ലേണിങ്ങിൻ്റെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ആ എക്സ്പെരിമെൻ്റ്? എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1960s അദ്ദേഹം ഈ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനെ 2 ഗ്രൂപ്പായി തരംതിരിക്കുകയും അതിലൊരു ഗ്രൂപ്പിൽ ഒരു ബോബോ ഡോൾ എന്നുള്ള ഡോൾ വെച്ചിട്ടാണ് ആ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ടായത്. ഓക്കെ, അപ്പം ഒരു ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ബോബോ ഡോളിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ബോബോ ഡോളിനെ അറ്റാക്ക് ചെയ്യുന്ന, അതിനോട് എഗ്രീസീവായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു വീഡിയോ അവിടെ, ഒരു സ്ക്രീൻ അവിടെ പ്ലേ ചെയ്യുന്നു. അടുത്ത റൂമിൽ കുറച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോബോ ഡോളിനോട് നല്ല പീസ്ഫുള്ളായിട്ട് പെരുമാറുന്നൊരു വീഡിയോ അത് ആ കുട്ടികൾക്ക്, ആ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ എല്ലാ കുട്ടികളെ ഒന്നിച്ചൊരു റൂമിലാക്കുകയും അവർക്ക് ബോബോ ഡോൾ കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കുട്ടികൾ ആ ബോബോ ഡോളിനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെയോടുള്ള ഒരു അപ്രോച്ച് എന്നുള്ളത് ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഒബ്സർവ് ചെയ്തു. അപ്പം അദ്ദേഹം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഈ എഗ്രീസീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത് ബോബോ ഡോളിനോട് എഗ്രീസീവായിട്ട് പെരുമാറുന്നതാണ്. അപ്പം ആ വീഡിയോ കണ്ട കുട്ടികളിൽ ഓൾമോസ്റ്റ് എല്ലാവരും ബോബോ ഡോളിനോട് അങ്ങനെയാണ് പെരുമാറുന്നത്. എന്നാൽ പീസ്ഫുള്ളായിട്ട് ബോബോ ഡോളിനോട് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികളോ അതിനോട് പീസ്ഫുള്ളായിട്ട് തന്നെ പെരുമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒബ്സർവേഷണൽ ലേണിംഗ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം? നമ്മുടെ കുട്ടികൾ അഗ്രഷൻ എന്നുള്ളൊരു ബിഹേവിയർ പെട്ടെന്ന് തന്നെ ഒബ്സർവേഷനിലൂടെ പഠിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഒന്നുമില്ല. ഒബ്സർവേഷണൽ ലേണിംഗ് എന്താണെന്ന് ഓർത്ത് വെക്കാം. അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ആൽബർട്ട് ബണ്ടൂര നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റും അത് എഴുതാൻ തരത്തിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. 2 കൺസെപ്റ്റും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ ഒരു ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഓൾ ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഒബ്സർവേഷണൽ ലേണിംഗ്. അക്കോർഡിംഗ് ടു ആൽബർട്ട് ബണ്ടൂര അക്കോർഡിംഗ്ലി നമുക്ക് എന്താണ്
മെയിൻലി 3 സ്റ്റെപ്സാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഒന്ന് അറ്റൻഷൻ അല്ലെങ്കിൽ അറ്റൻഡിങ് ആൻഡ് പെർസീവിങ്, 2 റിമെമ്പറിങ് അല്ലെങ്കിൽ മൂന്നാമത്തത് റീഇൻഫോഴ്സ്മെൻറ്റ്. എന്താണ് അറ്റൻഡിങ് എന്ന് പറയുന്നത്? ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കണ്ട് പഠിക്കുകയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒബ്സർവേഷൻ്റെ സമയത്ത് അറ്റൻഡിങ്, നമ്മുടെ അറ്റൻഷൻ അവിടെ കൊടുക്കുന്നു. ഒരു കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഒരു അറ്റൻഷൻ, അവർക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് പഠിക്കേണ്ട കാര്യത്തിന് അവർ ഒബ്സർവ് ചെയ്യുന്നു, അവരുടെ അറ്റൻഷൻ കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് റിമെമ്പറിങ്, വാട്ട് ദേ ഹാവ് ബീൻ ഒബ്സർവ്ഡ്, അവർ ഒബ്സർവ് ചെയ്ത കാര്യം എന്താണോ അത് അവർ റിമെമ്പർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതിനുശേഷം കൺവേർട്ടിങ് ദ മെമ്മറി ഇൻ ടു ആക്ഷൻ. പിന്നെ അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, അവർ ഒബ്സർവ് ചെയ്ത കാര്യം അവർ മെമ്മറിയിലേക്ക്, അവർ ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്സാണ് ഒബ്സർവേഷനിൽ ഉള്ളത്. ഇത് ഓർത്ത് വെക്കാം. ഫസ്റ്റ് അറ്റൻഷൻ, 2 റിമെമ്പറിങ്, 3 റീഇൻഫോഴ്സ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ഒബ്സർവേഷനിലൂടെ പഠിക്കുന്ന സമയത്ത് അവരത് അറ്റൻഷൻ കണ്ട് പഠിച്ചു, റിമെമ്പറിങ് അതവർ ഓർത്ത് വെച്ചു, അതിനുശേഷം അത് അവർ ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ചിട്ടായിരിക്കും അത് അവരെന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യുക. അത് കണ്ടിന്യൂ ചെയ്യുന്നതും അത് വിത്ഡ്രോ ചെയ്യുന്നതും അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ചിട്ടാണ്. പണിഷ്മെൻ്റ് ആണെങ്കിലും റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിലും അതിന് കണക്കായിട്ട് അവരുടെ ആ പ്രവൃത്തിയിൽ മാറ്റം വരുന്നു. അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ബിഹേവിയർ ലേൺഡ് ത്രൂ ഒബ്സർവേഷൻ. കുട്ടികൾക്ക് കിട്ടുന്ന റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ അതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതാണ് മെയിൻലി നിങ്ങൾക്ക് ഒബ്സർവേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് ഒബ്സർവേഷൻ? ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്റ്റെപ്സ്. ഒന്നുമില്ല, ഇങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. അറ്റൻഷൻ, റിമെമ്പറിങ്, റീഇൻഫോഴ്സ്മെൻറ്റ്. അറ്റൻഷൻ, റിമെമ്പറിങ്, റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് 3 ഒരു ഒബ്സർവേഷനിൽ നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ ക്ലിയർ ആയി. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. മെയിൻലി വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ക്ലാസ് റൂം, ഡൈവേഴ്സ് ക്ലാസ് റൂം ഒരു ടീച്ചേഴ്സ് ആസ് എൻ എഡ്യൂക്കേറ്റർ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം വാട്ട് ആർ ദ ഹൗ യു ആർ ഇംപ്ലിമെൻറ്റിങ്, എങ്ങനെയാണ് നിങ്ങൾ ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്? അതുപോലെ തന്നെ 3 ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് കമ്പാരിസണുമായിട്ട് ചോദിക്കാം, രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ചോദിക്കാം, അല്ലെങ്കിൽ ലേണിംഗ് ഇൻ സ്കൂൾ മാത്രം ചോദിക്കാം, ഔട്ട് ഓഫ് സ്കൂളും ചോദിക്കാം. അപ്പം ഈ 4 മെയിൻ കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടതുള്ളത്. ഓക്കെ, അതിൻ്റെ റീസൺസ് എന്തുകൊണ്ടാണ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂമും അതിൻ്റെ റീസൺസും ഒന്ന് പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻസ് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മുടെ 3rd ചാപ്റ്ററും 4th ചാപ്റ്ററും. ഇന്നലത്തെ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏത് ക്വസ്റ്റ്യനാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ള എന്ന രീതിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിമ്പിളായി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. So shall we move on? Okay, so let's move on to our next chapter.